അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലനായിട്ടുള്ള ഒരു ബീഫ് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ നല്ല കഴുകി വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇച്ചിരി ഉള്ളിയാണ്, വെല്ലുള്ളിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ്. പക്ഷേ ഞാൻ കുറച്ച് എളുപ്പത്തിന് ഒരു വെല്ലുള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി, പിന്നെ അതേപോലെ മല്ലിപ്പൊടി 2-3 സ്പൂണ് മല്ലിപ്പൊടി, അതൊക്കെ പാടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് നിരടി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ നിരടി ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കണേ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി അതിലേക്ക് വളരെ കുറച്ച് വെള്ളമാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. വെള്ളം ഇവിടെ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. പക്ഷെ എന്നാലും കൂടിയിട്ട് നമ്മൾ കുറച്ചധികം വിസിലടിക്കണല്ലേ. അപ്പോൾ ഇനി അടി പിടിക്കണ്ടെന്ന് എത്തിയിട്ട് കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറൊക്കെ അടിച്ച് ഞാനൊരു 10 വിസിലൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം നന്നായി പൊട്ടി വരുമ്പോൾ ഇതേപോലെ ഒരു ഉള്ളിയും പാടെ ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ നമ്മൾ ബീഫിക്ക് ഏതായാലും ഉപ്പിട്ട് കൊടുത്തുക്കണമല്ലോ. ഇപ്പം നമ്മൾ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു ശകല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി ഇച്ചിരി വേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അത് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെക്കുക. അതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ഇച്ചിരിപാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്. അതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി പൊടികളായിട്ട് ഞാൻ കുറച്ചും പാടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ബീഫ് നമ്മളെ ആ ഒരു ഉള്ളിയിലും ഇതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടി എടുക്കുക. കുറച്ചധികം ടൈം തന്നെ നമ്മളിതിങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. തീയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെറിയ സിമ്മിലിട്ട് കൊടുക്കണം. ഞാൻ അതിലേക്ക് ഇച്ചിരി വേപ്പിൻ്റെ ഇലയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം വേപ്പിലിടണോ അത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു കുരുമുളകിൻ്റെയും ഇതൊക്കെ നമ്മളെ ആ ഒരു ബീഫുമ്മ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ബീഫ് വരട്ടിയത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കളറ് കണ്ടാൽ തന്നെ അറിയായിരിക്കും. നല്ലോണം വരട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് പീസസൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടു. പിന്നെന്താ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കുക. അപ്പോൾ ഇതുപോലെ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.